കേരളത്തിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് വാഴും ആര് വീഴുമെന്നറിയാൻ കാത്തിരിക്കുകയാണ്. കുംഭമാസത്തിലെ ചൂട് പോലെ ഇലക്ഷന് ചൂട് തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ തുടക്കമെന്നോണം തലസ്ഥാനത്ത് തന്നെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് BJP. നിയമമണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പ്രചാരണത്തിന് തുടക്കമിട്ടത്. ചുവരിൽ സ്വയം എഴുതിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിലെ പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. നമുക്ക് വേണം വികസിത നിയമം എന്നാണ് ചുവരിൽ എഴുതിയിട്ടുള്ളത്. എന്നാൽ സ്ഥാനാർത്ഥിയുടെ പേര് എഴുതിയിട്ടില്ല. നിയമത്തിന്റെ മാറ്റത്തിന്റെ തുടക്കമാണിതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിയമത്ത് മത്സരിക്കാനാണ് ആഗ്രഹം. പാർട്ടി ദേശീയ ഘടകം അത് തീരുമാനിക്കട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തനിക്ക് നിയമത്ത് മത്സരിക്കാൻ അനുവാദം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക പുറത്തു വന്നിരുന്നു. 30 സീറ്റിലാണ് നിലവിൽ സാധ്യതാ പട്ടിക കണക്കാക്കിയിരിക്കുന്നത്. നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V മുരളീധരനും മത്സരിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. മഞ്ചേശ്വരം മണ്ഡലത്തിൽ K സുരേന്ദ്രൻ, പാലക്കാട് കായംകുളം സീറ്റുകളിൽ ശോഭാ സുരേന്ദ്രന്റെ പേരും പരിഗണനയിലുണ്ടായിരുന്നു. വട്ടിയൂർക്കാവിൽ R ശ്രീലേഖയും കൃഷ്ണകുമാറും, മലമ്പുഴയിൽ ശ്രീകൃഷ്ണകുമാറും മത്സര രംഗത്തുണ്ടാകും. പാലയിൽ ഷോൺ ജോർജും തിരുവല്ലയിൽ അനൂപ് ആന്റണിയും മത്സരിക്കും. കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കുറഞ്ഞത് 30 സീറ്റുകളിലേക്കുള്ള സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക BJP തയ്യാറാക്കിയതായിട്ടാണ് അറിയുന്നത്. അതനുസരിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കും. 2025 ഡിസംബർ 2-ന് അദ്ദേഹം ഈ തീരുമാനം തൃശൂരിൽ പ്രഖ്യാപിച്ചിരുന്നു. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ കഴക്കൂട്ടം സീറ്റിൽ മത്സരിക്കും. മുൻ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് ഭാഗ്യം പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. 2016-ൽ അദ്ദേഹം 89 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിന് മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നു. വട്ടിയൂർക്കാവ് സീറ്റിൽ മുൻ DGP R ശ്രീലേഖയാണ് പാർട്ടിയുടെ ആദ്യ പരിഗണന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന നിലപാട് ശ്രീലേഖ മാറ്റുമെന്ന് പാർട്ടി നേതൃത്വം വിശ്വസിക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പദ്ധതിയില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. മഞ്ചേശ്വരത്ത് നിന്നും സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സമ്മർദ്ദമുണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഒന്നിലധികം സീറ്റുകളിലേക്ക് ശോഭാ സുരേന്ദ്രനെ പരിഗണിച്ചിരുന്നു. അവർ കായംകുളത്ത് നിന്നോ പാലക്കാട് നിന്നോ മത്സരിച്ചേക്കാം. MT രമേശ് ഇത്തവണ കോഴിക്കോട് നിന്ന് മത്സരിച്ചേക്കാം. C കൃഷ്ണകുമാർ മലമ്പുഴ സീറ്റിൽ മത്സരിച്ചേക്കാം. BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചേക്കാം. മുൻ സംസ്ഥാന പ്രസിഡന്റ് PK കൃഷ്ണദാസ് കാട്ടാക്കട സീറ്റിൽ തന്നെ മത്സരിക്കുന്നത് തുടരും. അതേസമയം പാലായിൽ BJP സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജിനെയും തിരുവല്ലയിൽ അനൂപ് ആന്റണിയെയും മത്സരിപ്പിച്ചേക്കാം. ചെങ്ങന്നൂർ സീറ്റിൽ സന്ദീപ് വചസ്പതിയെ പാർട്ടി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ട്. കാസർഗോഡ് ആറ്റിങ്ങൽ സീറ്റുകളിൽ ML അശ്വനി, P സുധീർ എന്നിവരെയാണ് മത്സരിപ്പിക്കുന്നത്. കൂടുതൽ ചർച്ചകൾക്ക് ശേഷം 2 ഘട്ടങ്ങളിലായി BJP സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചേക്കാം. സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ അതത് നിയമസഭാ മണ്ഡലങ്ങൾ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.